മോദി അധികാരത്തിൽ വന്നപ്പോൾ സംഭവിക്കുമെന്ന് കരുതിയ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ചരിത്രം പിറന്നിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2014 ശേഷമാണ് ഇതിനെല്ലാം തന്നെ തുടക്കം എന്ന് പറയേണ്ടി വരും. ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിൽ ഹമാസിനെതിരെ പ്രസ്താവന ഇറക്കാൻ കോൺഗ്രസുകാർക്ക് പോലും ധൈര്യം ഉണ്ടായത് മോദി അധികാരത്തിലേറിയതിനു ശേഷമാണ് എന്ന് പറയേണ്ടി വരും. അവിടെ നിങ്ങോട്ട് ഇന്ത്യ ഇസ്രയേൽ ബന്ധം അത്യന്തം ഊഷ്മളതയോടെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ ഇസ്രയേൽ വിരുദ്ധ ശക്തികളുടെ നെഞ്ചത്ത് ഒരു പ്രഹരമായി വന്ന് പതിക്കുന്നത്. ഇന്ത്യയെ ഒരു ആഗോള സൂപ്പർ പവർ എന്നായിരുന്നു ഇസ്രയേൽ മന്ത്രി ഗിഡിയൻ സാർ വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ നല്ല രീതിയിൽ മെച്ചപ്പെടുന്നുണ്ടെന്നും അതിന് ഒരു കാരണമായിട്ടുള്ള ഇന്ത്യയോട് വളരെയധികം നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം ഇന്ത്യ തദ്ദേശമായി വികസിപ്പിക്കുന്ന കോവാക്സിൻ എന്ന് പറയുന്ന കോവിഡ് വാക്സിൻ നിർണായകമായിട്ടുള്ള വേളയിൽ ഇസ്രയേലിന് നൽകിയതായിക്കോട്ടെ, അതല്ല ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം മറ്റൊരു നിർണായക വേളയായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള യുദ്ധോപകരണങ്ങൾ ഇന്ത്യക്ക് സഹായം നൽകിയതായാലും ഇതെല്ലാം തന്നെ 2014 ശേഷം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകളാണ്. ഈ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മുൻപത്തെക്കാൾ 10 മടങ്ങ് ശക്തമാണെന്നും ഇരുവരും ഒന്നിച്ച് പ്രതിരോധ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും വ്യാപാരത്തിലും ഒരുമിച്ച് മുന്നേറുമെന്നും ഭീകരവാദത്തിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും കാർഷിക മേഖല, പ്രതിരോധ മേഖല, സാമ്പത്തിക മേഖല തുടങ്ങിയവയിൽ ഇരു രാജ്യങ്ങൾക്കും ഗുണമുള്ള ഒട്ടനേകം പദ്ധതികളെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ മേഖലകളുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് തന്നെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കരാർ ഇരു രാജ്യങ്ങളും ഇന്ത്യയും ഇസ്രയേലും ഒപ്പിടാനുള്ള സാധ്യതയെ പറ്റിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 7, 2023 തീയതി ഇസ്രയേലിനെ സംബന്ധിച്ച് നമുക്കത് നവംബർ 26 2008 എന്ന് പറയുന്ന പോലെയാണ് ഒക്ടോബർ 7, 2023 ഇസ്രയേലിന് എന്ന് പറയുന്നത്. അപ്പൊ ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രയേൽ കടന്നു കയറി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച ആദ്യത്തെ ലോക നേതാവെന്നും അത് ഒരിക്കലും തങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകളാണ് ഇരു രാജ്യങ്ങളെന്നും അതിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിച്ച രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ള ലഷ്കർ-ഇ-ത്വയ്ബ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ തങ്ങളും ശത്രുക്കളായി കാണുന്നുണ്ട് എന്നും ഇസ്രായേൽ മന്ത്രി പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര തുറമുഖമായിട്ടുള്ള ഹൈഫ പോർട്ടിലെ അദാനിയുടെ നിക്ഷേപത്തിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. ഹൈഫ തുറമുഖത്ത് അദാനി ഗ്രൂപ്പിന്റെ ഭൂരിപക്ഷ ഓഹരി പങ്കാളിത്തത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വിശ്വാസത്തിന്റെ പ്രതീകമെന്നാണ്. ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് പേർക്ക് സഹിക്കാതിരിക്കാനുള്ള സാധ്യത നമുക്കുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള വിഘടനവാദി തീവ്രവാദി സംഘടനകൾക്കെല്ലാം തന്നെ ഇസ്ലാമിക മതമൗലികവാദി സംഘടനകൾക്കെല്ലാം തന്നെ ഇത് കണ്ടിട്ട് സഹിക്കാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട്. ഇത് കണ്ടിട്ട് അവർക്ക് സഹിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിനോട് ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഇന്ത്യ ഇസ്രയേലിനൊപ്പം ചേരാൻ പാടില്ല, ഇത് മനുഷ്യത്വരഹിതമായ ഒരു രാജ്യത്തിനോടൊപ്പം ഇന്ത്യ ചേരാൻ പാടില്ല തുടങ്ങിയ ഒട്ടനേകം പ്രതിഷേധങ്ങൾ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയാണ് എന്തായാലും അദ്ദേഹം ഈ അഭിമുഖം അവസാനിപ്പിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇന്ത്യയാണ് ഭാവി, ചെറുതാണെങ്കിലും ഇസ്രയേൽ ഒരു പ്രാദേശിക ശക്തിയാണ്, ഇസ്രയേലിനും ഇന്ത്യക്കും കൂടെ ഒരുമിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അഭിമുഖം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.